real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ പൈലറ്റ് പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. പാണ്ടിക്കാട് നടന്ന ജില്ലാതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന ലഹരി വിരുദ്ധ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കം കുറിച്ചു. ലഹരിയുടെ വേരറുക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാന്റെ പൈലറ്റ് പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ വിവിധ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. പൊതു ഇടങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ തുടങ്ങി മുഴുവൻ കേന്ദ്രങ്ങളും നിരീക്ഷിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക. പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് എത്രമാത്രം ജനപിന്തുണയുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു സദസ്സ്. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഒഴുകിയെത്തി. ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും കാര്യത്തിൽ ഒന്നാം സ്ഥാനം. എന്നാൽ ഇന്നത് കേരളമാണ്. തുഫാൻ എന്ന വാക്ക് തന്നെ അറബി വാക്കാണ്, ഹിന്ദി വാക്കായിട്ട് പറയാം. അറബി പഠിച്ചവർക്കറിയാം ഏറ്റവും നിഷിദ്ധമായിട്ടുള്ളതാണ് മയക്കുമരുന്ന്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒന്നാണ് മയക്കുമരുന്ന്. ഈ മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഉപയോഗിക്കുന്നത് എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. കോളേജിലും സ്കൂളിലും പഠിക്കുന്ന പെൺകുട്ടികളെ ലാക്കാക്കി ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയാണ്. വാസ്തവത്തിൽ അമ്മമാരുടെ കണ്ണുനീർ, അവരുടെ നെടുവീർപ്പുകൾ, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി ഞങ്ങൾ ആരംഭിച്ചത്. ഇന്ന് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് VS ജോയ് MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P അമൃത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രോഹിൽനാഥ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന നിയാസി, KT അജ്മൽ, ആലിപ്പറ്റ് ജമീല, അംഗം PH ഷമീം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC റമീഷ, പദ്ധതി കോഓർഡിനേറ്റർ TS ഡാനിഷ്, CK അസൈനാർ, E സഫീർ ജാൻ, ഷെരീഫ് മുല്ലക്കാടൻ, യൂനസ് വടക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദനം, ഡയാലിസിസ് സെന്ററിനായി CDS സമാഹരിച്ച തുകയുടെ കൈമാറ്റം തുടങ്ങിയവയും ചടങ്ങിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.